വെൽക്കം ബാക്ക് ടു എൻവീസ് ഡയറീസ്. ദിസ് ഈസ് വിഷ്ണു. ഇന്ന് നമ്മൾ ഉള്ളത് വയനാടാണ്. നമ്മൾ വയനാട്ടിൽ നിന്നും ഊട്ടിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂർ, മസനഗുഡി വഴി ഊട്ടിയാണ് നമ്മൾ പോകുന്നത്. 3 സംസ്ഥാനങ്ങളിലെ ഡിഫറെൻറ്റ് തരത്തിലുള്ള കാട്ടിലൂടെയുള്ള യാത്രയാണ്. 3 തരത്തിലുള്ള കാടാണ്. സോ ഞാൻ വളരെ എനിക്ക് വളരെ ഒരു പ്രതീക്ഷയുള്ളൊരു യാത്രയാണിത്. വളരെ കാം ആൻഡ് അതുപോലെ തന്നെ കാട്ടിലേക്കൊരു ഓസം ജേർണിയാണ്. നമുക്ക് കാട്ടിലൂടെയുള്ള യാത്ര നോക്കി ഊട്ടിയിലേക്ക് ചെല്ലാം. നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് മസനഗുഡിക്ക് പോകുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴിയാണ്. ഇത് കാട്ടിക്കൂടെയുള്ളൊരു യാത്രയാണ്. അതുപോലെ തന്നെ പോകുന്ന വഴി നമുക്ക് ധാരാളം മൃഗങ്ങളെയും അങ്ങനെ പല പല അനിമൽസിനെയും കണ്ട് കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് വേണം നമുക്ക് ഈ യാത്ര തുടരാനായി തന്നെ. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്നത് 3 ഡിസ്ട്രിക്റ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാടുകളിൽ കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വയനാട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ എത്രയും രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യാമോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് കാട്ടിലേക്ക് കൂടെ ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഫോറസ്റ്റിൻ്റെ എൻട്രി പല റെസ്ട്രിക്ഷൻസും കാണും. അതുപോലെ തന്നെ ഫോറസ്റ്റിലെ സേഫ്റ്റി നോക്കി നമുക്ക് നേരത്തെ ഫോറസ്റ്റ് കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഊട്ടിയിലെത്തുന്നത് വളരെ ലേറ്റ് ആയിട്ടാകും. സോ നിങ്ങൾ ട്രാവൽ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ദൃശ്യങ്ങളും യാത്രകളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ എൻട്രൻസ് ആണിത്. ഇനി അവിടുത്തെ കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത്. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് പല പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മാത്രമേ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫോറസ്റ്റിനകത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് യൂസ് പാടില്ല, ഡു നോട്ട് ഫീഡ് വൈൽഡ് അനിമൽസ്, അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളിതെല്ലാം ഫോളോ ചെയ്യണം. കാരണം ഫോറസ്റ്റിനകത്ത് തന്നെ പല പല ക്യാമറാസ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഫൈൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കരുതുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് നിങ്ങൾ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു ഷോപ്പ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞു കർണാടകയിലെ. അതിനുശേഷം നമ്മൾ നീലഗിരീസിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് തമിഴ്നാട് നീലഗിരീസിലെ മുതുമല നാഷണൽ പാർക്കിലൂടെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ആനിമൽസിനെ നമ്മൾ കണ്ടത്. നമ്മുടെ ഭാഗ്യമെന്ന് പറയാനായിട്ട് നമ്മളൊരു ഒറ്റയാനെ കണ്ടു. ഇങ്ങനെ ഒരു വ്യൂ വളരെ അടുത്ത് തന്നെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പോകുന്നത് മസനഗുഡിയിലേക്കാണ്. അത് വളരെ പ്ലസൻറ്റ്, സൂത്തിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് ട്രാവൽ ചെയ്യാൻ മാത്രമേ പറ്റൂ. നിങ്ങൾ നേച്ചറും വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതൊരു നെവർ ടു ബി മിസ്ഡ് ജേർണി തന്നെയാകും. ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി നമുക്ക് വാക്കിലൂടെ പറയാൻ പറ്റുന്നതിലപ്പുറം മെസ്മറൈസിങ് ആണ്. ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞ പ്ലേസുകളിൽ നമുക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാം. ബട്ട് മേജർ പോർഷനും റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഈ റൂട്ട് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഫോറസ്റ്റിലെ റോഡാണ്. വളരെ സ്മൂത്തായ റോഡാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസിയായി കംഫർട്ടബിളായി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഊട്ടി വരെയും പോകുന്ന വഴിക്ക് നമുക്ക് പല പല മൃഗങ്ങളെ വീണ്ടും കാണാൻ പറ്റുന്നതാണ്. ഈ മസനഗുഡി യാത്ര കഴിഞ്ഞ് 36 ഹെയർ പിൻ കയറിയാണ് നമ്മൾ ഊട്ടിയിലെത്തുന്നത്.
ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര വളരെ അതിമനോഹരമായൊരു യാത്ര കൂടി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്ര തന്നെയാണിത്. നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന, യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും മറക്കാൻ കഴിയാത്തൊരു യാത്ര തന്നെയാകും ഇത്. വീണ്ടും കാണും വരെ ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.